ഹരേ കൃഷ്ണ. ഇന്നത്തെ ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ജയ രാധ മാധവ ജയ കുഞ്ചബിഹാരി ജയ ഗോപിചന വല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി യശോദനന്ദന വ്രജജനരഞ്ജനായ തീരാവനചാരി യമുന തീരാവനചാരി ജയ രാധ മാധവ ജയ കുഞ്ചബിഹാരി ജയ ഗോപിചന്ന വല്ലഭ ജയ ഗിരിവരധാരി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീ സരസ്വതീ വ്യാസം തതോ ജയമുദരയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയദേഹിരം കൃപാവതമഹം വന്ദേ ഗുരുദീനതാരിണം ശ്രീചൈതന്യമീശ്വരം ശ്രീപരമാനന്ദമാധവം. നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ശ്ലോകം 9-ാമത്തെ അധ്യായത്തിൽ ഭീഷ്മദേവന്റെ വിയോഗം എന്ന അധ്യായത്തിൽ 41-ാം ശ്ലോകമാണ്. മുനിഗണ നൃപവര്യസംകുലേ അന്ത സദസി യുധിഷ്ഠിര രാജസൂയേക്ഷാം അർഹണമുപപേത ഈഷണീയോ മമ ദൃശീഗോചര ഏഷ അവിരാത്മാ. മുനിഗണ നൃപവര്യസംകുലേ അന്ത സദസി യുധിഷ്ഠിര രാജസൂയ ഏഷാം അർഹണമുപപേത ഈഷണീയോ മമ ദൃശിഗോചര ഏഷ അവിരാത്മാ. മുനിഗണ നൃപവര സംകുലേ അന്ത സദസി യുധിഷ്ഠിര രാജസൂയ ഏഷാം അർഹണമുപേത ഈഷണീയോ മമ ദൃശിഗോചര ഏഷ അവിരാത്മാ. വാക്കർത്ഥം വായിക്കാം. മുനിഗണ വിൽപ്പന്നരായ ശ്രേഷ്ഠ മുനിമാർ, നൃപവര്യ ഭരണാധിപന്മാരായ മഹാന്മാരായ രാജാക്കന്മാർ, സംകുലേ മഹാസഭയിൽ, അന്ത സദസ്സി യോഗം, യുധിഷ്ഠിര ചക്രവർത്തിയുടെ രാജസൂയ യജ്ഞം, ഏഷാം എല്ലാ പ്രമുഖ വിശിഷ്ട ജനങ്ങളുടെയും അർഹണം ആദരപൂർവമായ ആരാധന, ഉപവേദ സ്വീകരിച്ചു, ഈഷണീയ ആകർഷണ വിഷയം, മമ എൻ്റെ ദൃഷ്ടി കാഴ്ച, ഗോചര വീക്ഷണപദത്തിൽ, ഏഷ ആവി സ്വയം സന്നിഹിതനാകുക, ആത്മാവ്. വിവർത്തനം. മഹാരാജാവ് യുധിഷ്ഠിരനാൽ പ്പെട്ട രാജസൂയ യജ്ഞത്തിൽ ലോകത്തിൽ എല്ലാ വിശിഷ്ട വ്യക്തികളും ആഢ്യരും രാജാക്കന്മാരും പണ്ഡിതരും സമ്മേളിച്ചു. ഈ മഹാസദസ്സിൽ ശ്രീകൃഷ്ണ ഭഗവാനെ അത്യുത്തനായ പരമദിവ്യോത്തമ പുരുഷനായ ഏവരും ആരാധിച്ചു. ഇപ്രകാരം ആരാധിച്ചത് എൻ്റെ സാന്നിധ്യത്തിലായിരുന്നു. അങ്ങനെ ഭഗവാനിൽ
എൻ്റെ മനസ്സിനെ സ്ഥിതമാക്കുവാൻ ഞാൻ ഈ സംഭവത്തെ സ്മരിച്ചു. ഭാവാർത്ഥം ശ്രീലപ്രഭുപാദ് കി ജയ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ വിജയം വരിച്ച ശേഷം ലോക ചക്രവർത്തിയായ മഹാരാജാവ് യുധിഷ്ഠിരൻ രാജസൂയ യജ്ഞം നടത്തുകയുണ്ടായി. ഇക്കാലത്ത് സിംഹാസനാരോഹണത്തിന് മുമ്പ് ചക്രവർത്തി തൻ്റെ പരമാധികാരത്തെ പ്രഖ്യാപിക്കാനായി ഒരു അശ്വത്തെ ലോകം മുഴുവൻ അയക്കുമായിരുന്നു. ഏതൊരു ഭരണാധികാരിക്കും ആ വെല്ലുവിളിയെ ഏറ്റെടുക്കുവാനോ ചക്രവർത്തിയുടെ പരമാധികാരത്തെ അംഗീകരിക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. വെല്ലുവിളിയെ സ്വീകരിക്കുന്ന രാജാവ് ചക്രവർത്തിയുമായി യുദ്ധം ചെയ്ത് വിജയം കൈവരിച്ച് തൻ്റെ പരമാധികാരത്തെ സ്ഥാപിക്കണമായിരുന്നു. വെല്ലുവിളിച്ച് പരാജിതനായ രാജാവ് അദ്ദേഹത്തിൻ്റെ ജീവൻ പരിത്യജിച്ച് മറ്റൊരു രാജാവിനായി സ്ഥലം ഒരുക്കേണ്ടതുമായിരുന്നു. ആയതിനാൽ മഹാരാജാവ് യുധിഷ്ഠിരൻ അപ്രകാരമുള്ള ശക്തി പരീക്ഷയ്ക്കായി ആഹ്വാനം ചെയ്ത അശ്വങ്ങളെ ലോകം മുഴുവൻ നിയോഗിച്ചയച്ചു. ലോകത്തിലുടനീളമുള്ള എല്ലാ ഭരണാധിപന്മാരായ രാജകുമാരന്മാരും മഹാരാജാവ് യുധിഷ്ഠിരൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കുകയും അദ്ദേഹത്തെ ചക്രവർത്തിയായി സ്വീകരിക്കുകയും ചെയ്തു. അനന്തരം മഹാരാജാവ് യുധിഷ്ഠിരൻ്റെ ഭരണത്തിന് കീഴിലുള്ള ലോകത്തിലെ മുഴുവൻ ഭരണാധികാരികളെയും ഉത്കൃഷ്ടമായ രാജസൂയ യജ്ഞാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചു. അത്തരം യജ്ഞാനുഷ്ഠാനങ്ങൾക്ക് കോടിക്കണക്കിന് ധനം ആവശ്യമായിരുന്നു. നിസ്സാരനായ രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അനായാസ ജോലി അല്ല. ഇത്തരമൊരു യജ്ഞാനുഷ്ഠാനം വളരെയധികം ചെലവേറിയതും ഇന്നത്തെ സാഹചര്യത്തിൽ നിർവഹിക്കുവാൻ ദുഷ്കരവുമാകുന്നു. എന്ന് മാത്രമല്ല, ഈ കലിയുഗത്തിൽ അസാധ്യവുമാകുന്നു. അനുഷ്ഠാനങ്ങളുടെ മേധാവിത്വം വഹിക്കുവാൻ തക്ക പ്രാപ്തിയുള്ള വിദഗ്ധമായ പൗരോഹിത്യം ലഭ്യമാക്കുവാൻ ആർക്കും കഴിയില്ല. ലോകത്തിലെ എല്ലാ രാജാക്കന്മാരും പണ്ഡിതരായ ശ്രേഷ്ഠ മുനിമാരും മഹാരാജാവ് യുധിഷ്ഠിരൻ്റെ രാജധാനിയിൽ സമ്മേളിച്ചു. മഹാദാർശനികർ, ധർമ്മിഷ്ഠർ, വിശ്വകരന്മാർ, ശാസ്ത്രജ്ഞർ, ശ്രേഷ്ഠ മുനിമാർ ഉൾപ്പെടെയുള്ള വിദൂഷിയായ സമൂഹത്തെയും യജ്ഞത്തിന് ക്ഷണിച്ചിരുന്നു. അതായത് ബ്രാഹ്മണരും ക്ഷത്രിയരും മാർഗനിർദ്ദേശം നൽകുന്ന സമൂഹത്തിലെ ഉന്നത വിഭാഗക്കാരായിരുന്നു. അവരെല്ലാവരും തന്നെ ആ സദസ്സിൽ പങ്കെടുക്കാൻ ക്ഷണിക്കപ്പെട്ടിരുന്നു. വൈശ്യരും ശൂദ്രരും സമൂഹത്തിൽ അപ്രധാന ഘടകങ്ങളായിരുന്നു. ആകയാൽ അവരെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നില്ല. ആധുനിക യുഗത്തിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനം നിമിത്തം ഉദ്യോഗ സംബന്ധമായ പദവികൾക്കനുസരിച്ച് വ്യക്തികളുടെ പ്രാധാന്യത്തിന് മാറ്റം വരുന്നു. ആ മഹായോഗത്തിൽ അടുത്തിരിക്കുന്നവരുടെ നയനങ്ങളുടെ പ്രധാന ആകർഷണ കേന്ദ്രം ഭഗവാൻ ശ്രീകൃഷ്ണനായിരുന്നു. ഏവരും ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിക്കാനും സാദരം പ്രണമിക്കാനും ആഗ്രഹിച്ചു. ഭീഷ്മദേവൻ ഇവയൊക്കെ സ്മരിക്കുകയും തൻ്റെ ആരാധ്യ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാന്റെ യഥാർത്ഥ വ്യവഹാരാനുരൂപ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ സമക്ഷം സന്നിഹിതനായിരുന്നതിനാൽ അദ്ദേഹം പ്രമുദീതനുമായിരുന്നു. ആകയാൽ പരമപുരുഷനെ ധ്യാനിക്കുക എന്നാൽ ഭഗവാന്റെ പ്രവർത്തനങ്ങൾ, രൂപം, ലീലകൾ, നാമം, കീർത്തി എന്നിവയെ ആരാധിക്കുകയാകും. പരമപുരുഷന്റെ നിർവ്യക്തിക ഭാവത്തിൽ ധ്യാനിക്കുക എന്ന സങ്കല്പത്തിനേക്കാൾ അത് അനായാസമാകുന്നു. ഭഗവത്ഗീത അധ്യായം 12 ശ്ലോകം 5 പരമപുരുഷനായ ഭഗവാനെ നിർവ്യക്തിക ഭാവത്തിൽ ധ്യാനിക്കുക അത്യന്തം ദുഷ്കരമാണെന്ന് വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നു. പ്രായോഗികമായി അത് ധ്യാനമല്ല, വെറും സമയം പാഴാക്കലാണ്. എന്തെന്നാൽ വളരെ അപൂർവമായി മാത്രം അഭികാമ്യ ഫലം പ്രാപ്തമാക്കുന്നു. എങ്കിലും ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപത്തിലും കർമ്മങ്ങളിലും ഭക്തർ ധ്യാനിക്കുകയായാൽ അവർക്ക് ഭഗവാനെ അനായാസേന സമീപിക്കാവുന്നതാകുന്നു. ഇതേക്കുറിച്ച് ഭഗവത്ഗീത 12-ാം അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു: തൻ്റെ അതീന്ദ്രിയ കർമ്മങ്ങളിൽ നിന്നും അഭിന്നനാണ് ഭഗവാൻ. ശ്രീകൃഷ്ണ ഭഗവാൻ മനുഷ്യ സമൂഹ സമക്ഷം യഥാർത്ഥമായും സന്നിഹിതനായിരുന്ന വേളയിൽ
വിശേഷിച്ചും കുരുക്ഷേത്ര യുദ്ധവുമായി ബന്ധപ്പെടുത്തി പരമദിവ്യ പുരുഷനായി അദ്ദേഹത്തെ അംഗീകരിച്ചില്ലെങ്കിൽ തന്നെയും ആ കാലഘട്ടത്തിലെ ശ്രേഷ്ഠ വ്യക്തിത്വ വിശേഷമായി അംഗീകരിച്ചിരുന്നു. ഒരു മഹത് വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ മരണശേഷം ദൈവമായ പ്രചരണം നടത്തുന്നത് തെറ്റിദ്ധരിക്കപ്പെടുന്നതാകുന്നു. എന്തെന്നാൽ മരണത്തിന് ശേഷം ഒരാൾ ദൈവമായി രൂപാന്തരപ്പെടുന്നില്ല. ഭഗവാൻ സ്വയം തന്നികൃതനാണെങ്കിൽ പോലും പരമദിവ്യത്വ പുരുഷനായ ഭഗവാൻ മനുഷ്യനായി തീരുകയില്ല. ദൈവത്തിന് മനുഷ്യരൂപം ദൈവത്തിന് മനുഷ്യരൂപവും വികാരങ്ങളും ഉണ്ടെന്ന സങ്കല്പം ശ്രീകൃഷ്ണ ഭഗവാന്റെ കാര്യത്തിൽ പ്രയോഗക്ഷമമല്ല. ഓം അജ്ഞാനതിവ്രന്ഥസ്യ ജ്ഞാനാഞ്ജലശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗദ്ദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി ശപാനുസുതേ ദേവി നമാമി ഹരിപ്രിയേ. കൽപതരൂപച്ഛ കൃപാസന്തൂപ്യേപ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമദ് ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സരസ്വതീദേവേ ഗൗരവാണി പ്രചാരിണി വിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമാവോം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ സംഘർഷന്ദാസരിയാരീതി നാമിനി. നമോ പ്രഭാതനുഗ പ്രേമമൂർത്തി കൃപാത്മനെ ഗൗരദേശ വിശാഖാർത്ഥ ഉത്തമ ഭക്തിപഷ്ണേ. ഹരേ കൃഷ്ണ. ഇന്നത്തെ ഈ അധ്യായം ഭീഷ്മദേവന്റെ വിയോഗം എന്നുള്ളതാണ്. അദ്ദേഹം തൻ്റെ അസ്ത്രങ്ങൾ കൊണ്ടുള്ള സരസയ്യയിൽ അസ്ത്രം കൊണ്ട് ഉണ്ടാക്കിപ്പെട്ടിട്ടുള്ള ഒരു ബെഡ്, അതായത് അതിനകത്ത് സരസയ്യ എന്ന് പറയപ്പെടുന്ന ആ കിടക്കയിലാണ് അദ്ദേഹം കിടക്കുന്നത്. അദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് തന്നെ ഭഗവാനെ സ്മരിക്കുകയും ഭഗവാനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ശരം കൊണ്ടുള്ള ശൈലിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ, അദ്ദേഹം സർവസൈന്യാധിപനും ഒരു തന്ത്രശാലിയായ രാജ്യതന്ത്രജ്ഞനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതികമായ എല്ലാ വിഷയങ്ങളും സംബന്ധിച്ചുള്ള ചിന്തകളെല്ലാം ഉപേക്ഷിച്ച് തൻ്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ചിന്തകൾ എല്ലാം ഉപേക്ഷിച്ച് തൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സിനെയും ചിന്തയെയും എല്ലാം നിയന്ത്രിച്ച് പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്തുകയാണ്. ഭഗവാന്റെ താമരപ്പൂവിന് സമാനമായ മുഖം, നീലവർണ്ണം, പീതാംബര വസ്ത്രം എന്നിവയെല്ലാം ഭീഷ്മദേവന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇതിൽ കൂടി അദ്ദേഹത്തിൻ്റെ ചിന്തയും അനുഭവവും ആഗ്രഹങ്ങളും എല്ലാം ഭഗവാനിലേക്ക് തിരിച്ചുവിടുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഒരു മാധുര്യ രസത്തിലേക്കും പോവുകയാണ്. അർജുൻ്റെ അടുത്ത സുഹൃത്തായ ഭഗവാനെ അദ്ദേഹം കാണുകയാണ്. ഭഗവാന് എന്തെങ്കിലും ദുരിതം ഉണ്ടാക്കുന്നു എന്ന ചിന്ത തന്നെ യഥാർത്ഥത്തിൽ വിഭ്രമമാണ്. ഭഗവാന്റെ ശരീരം ഭൗതികമല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ ഒരു വിധത്തിലും മുറിപ്പെടുത്താനോ വേദനിപ്പിക്കാനോ ആർക്കും കഴിയില്ല. ഈ ഭീഷ്മസ്തുതി ഒരു ശുദ്ധഭക്തന് മാതൃകയാക്കാവുന്ന ഒരു ഭക്തിരസത്തിൽ ഉള്ള ഒരു കൈമാറ്റ പ്രക്രിയയാണ്. ഇവിടെ ഭീഷ്മദേവൻ നടത്തിയ അസ്ത്രം കൊണ്ടുള്ള ആക്രമണം പോലും ഒരു സ്നേഹപൂർവമായ ഒരു സേവനമായി മാറി. ഭീഷ്മദേവൻ തൻ്റെ എല്ലാം തന്നെ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുകയാണ്. ഭക്തിയുടെ സേവനത്തിൽ ഉന്നതമായ ഒരു പ്രദർശനം ഇവിടെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ശരീരം വെടിഞ്ഞ് സമാധി അടയാൻ ശ്രമിക്കുകയാണ്. അവസാന നിമിഷം വരെയും ഭഗവാനെ കൺമുന്നിൽ കാണണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹത്തിന് ഇതെല്ലാം പ്രാപ്തനാക്കാൻ സാധിക്കും.
ഭീഷ്മദേവന്റെ ആത്മാവ് ഭഗവത്ചിന്തയിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് ഭഗവാന്റെ വിവിധ കർമ്മങ്ങളുടെ സ്മരണയിലും ഏർപ്പെട്ട് ഭഗവാനെ പ്രാപിച്ചു. ആയതിനാൽ ഭൗതിക ശരീരം ഉപേക്ഷിക്കുന്ന വേളയിൽ ഭീഷ്മദേവൻ എത്തിച്ചേർന്ന ആ അവസ്ഥയെ നിർവികൽപ്പ സമാധി എന്ന് വിശേഷിക്കപ്പെടുന്നു. പരിപൂർണതയുടെ ആത്യന്തികമായ അവസ്ഥ ഇതാകുന്നു എന്ന് മാത്രമല്ല, ഈ അവസ്ഥയെ ഭക്തിയുത പരിശീലനത്തോടെ പ്രാപ്തമാക്കാൻ ഏവർക്കും സാധ്യമാണ്. ഒരു ശുദ്ധഭക്തന്റെ പരമമായ ആഗ്രഹം മാത്രമാണ് ഭീഷ്മദേവനും ആഗ്രഹിച്ചത്. ഭഗവത്ചിന്തയിൽ മനസ്സിനെ ആമഗ്നമാക്കി വൃത്തി വരിക്കുക എന്നുള്ള കാര്യമാണ് ഭീഷ്മദേവൻ ഇവിടെ നടപ്പിൽ വരുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു? അധ്യായം 9 തന്നെ 24-ാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നു: ചതുർഭുജനും മനോഹരമായി അലങ്കരിച്ച വദനാംബുജത്തോടു കൂടിയവനും ഉദയസൂര്യനെ പോലെ അരുണ നേത്രങ്ങൾ കൂടിയവനും സൗമ്യമായി മന്ദസിക്കുന്നവനുമായ ഭഗവാനെ ഈ ഭൗതിക ശരീരം ത്യജിക്കുന്ന ആ നിമിഷം വരെ ദയവായി എന്നെ കാത്തിരിക്കണമേ. എൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്നും അപ്രത്യക്ഷമാകരുത്. ഒരിക്കൽ കൂടെ വായിക്കാം. ചതുർഭുജനും മനോഹരമായി അലങ്കരിച്ച വദനാംബുജത്തോടെ കൂടിയവനും ഉദയസൂര്യനെ പോലെ അരുണ നേത്രങ്ങൾ കൂടിയവനും സൗമ്യമായി മന്ദസിക്കുന്നവനുമായ ഭഗവാനെ ഈ ഭൗതിക ശരീരം ത്യജിക്കുന്ന ആ നിമിഷം വരെ ദയവായി എന്നെ കാത്തിരിക്കണമേ. എൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്നും അപ്രത്യക്ഷമാകരുത്. ഇതാണ് ഭീഷ്മദേവൻ ഭഗവാനോട് അപേക്ഷിക്കുന്നത്. കാരണം അദ്ദേഹം ചർച്ചയിൽ കിടക്കുകയാണ്. ഇനി വളരെ കുറച്ച് സമയം കൂടെ അവിടെ കഴിയാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്ന സമയത്ത് അദ്ദേഹത്തിനെ കണ്ടുകൊണ്ട് തന്നെ പോകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഈ തരത്തിൽ ഭീഷ്മർ ചർച്ചയിൽ 58 ദിവസം കിടന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ഭീഷ്മദേവന്റെ ഹൃദയഹാരിയായ വാക്കുകൾ ശ്രവിച്ച് യുധിഷ്ഠിരന് അദ്ദേഹത്തിൻ്റെ മരണം ആസന്നമെന്ന് ബോധ്യമാവുകയും ശ്രീകൃഷ്ണനാൽ പ്രചോദിതനായി ധർമ്മതത്വങ്ങളെ സംബന്ധിച്ച് ഭീഷ്മദേവനോട് ആരായുകയും ചെയ്തു. ചോദ്യങ്ങൾ ഉന്നയിക്കുവാൻ ഭഗവാൻ യുധിഷ്ഠിരനെ പ്രേരിപ്പിച്ചതിന് ഒരു കാരണമുണ്ട്. ഭീഷ്മദേവൻ ലൗകിക ജീവിതത്തിൽ മുഴുകി ഇരിക്കുന്ന വ്യക്തിയാണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം അവിടെ കൂടിയിരുന്ന ഋഷിമാരെക്കാളും ഉത്കൃഷ്ട വ്യക്തിത്വത്തിനുടമയായിരുന്നു എന്ന സത്യം പ്രകടമാക്കാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നു. ഭഗവാനാൽ ആസൂത്രിതമായ 4 വർണ്ണങ്ങളെയും 4 ആശ്രമങ്ങളെയും ഉദ്ദേശം വ്യക്തിയിലെ അതീന്ദ്രിയ ഗുണങ്ങളെ ഉയർത്തുക എന്നുള്ളതാണ്. അതുമൂലം ആ വ്യക്തി തൻ്റെ ആത്മീയ വ്യക്തിത്വം മനസ്സിലാക്കുകയും അത് അനുഭവത്തിലൂടെ ബദ്ധജീവിതത്തിൽ നിന്ന് സ്വതന്ത്രമാവുകയും ചെയ്യും. ഇതാണ് വർണ്ണാശ്രമ തത്വം. ദാനധർമ്മങ്ങളെയും ഒരു രാജാവിൻ്റെ കർത്തവ്യങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദമായി ഉപദേശിച്ചു. ദാനം ചെയ്യുക എന്നത് ഒരു ഗൃഹസ്ഥാശ്രമിയുടെ മുഖ്യ കർത്തവ്യങ്ങളിൽ ഒന്നാകുന്നു. ഭഗവത്ഗീതയിലെ 9-ാം അധ്യായത്തിൽ 27-ാം ശ്ലോകം രാജവിദ്യ രാജഗുഹ്യ യോഗം ആ ചാപ്റ്ററിലുള്ളതാണ്. ഭഗവാൻ ഇങ്ങനെ പറയുന്നു: യത്കരോഷി യത് സ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യാസി കൗന്തേയ തത് കുരുഷ മതർപ്പണം. നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് നിവേദിക്കുന്നുവോ, എന്ത് ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ, കുന്തിപുത്ര, അതെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ഇത് ഭഗവാൻ ഇവിടെ പറയുന്നതാണ്. കാരണം ഭഗവാന് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ ഭഗവാനാണ്. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നാൽ തന്നെ അതെല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നീ നിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യൂ എന്നാണ് ഭഗവാൻ ഇവിടെ അർജുനനോട് പറയുന്നത്. ഒരു രാജാവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചുമതല ഇപ്പം ഭീഷ്മർ ഇവിടെ പറയുന്നുണ്ട്. മനുഷ്യരാശിയുടെ
നിയന്ത്രിതമായ ഊർജം അത് യഥോചിതമായി വിനിയോഗിക്കേണ്ടതാണ്. അങ്ങനെ വിനിയോഗിക്കുന്നുണ്ടോ എന്ന് രാജാവ് ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. ഈ നിയന്ത്രിത ഊർജം ആത്മസാക്ഷാത്കാരത്തിനുള്ളതാകുന്നു. കാരണം നമ്മുടെ ജനതയുടെ, പ്രത്യേകിച്ചും യുവജനതകളുടെയൊക്കെ ഊർജം നമ്മുടെ രാജ്യത്തിൽ വളരെയധികം പ്രയോജനപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ്. അന്നേരം അത് നമ്മൾ ശരിക്കും ശരിയായ വിധത്തിൽ നോക്കേണ്ട കാര്യം ആ രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ ചുമതലയാണെന്നാണ് അദ്ദേഹം ഭീഷ്മരോട് പറയുന്നത്. കാരണം അവർക്ക് ശരിയായൊരു വഴികാട്ടിയായിട്ട് രാജാവ് പ്രവർത്തിക്കണം. അവരെ ആത്മസാക്ഷാത്കാരത്തിനുള്ള വഴിയിലേക്ക് കൊണ്ടുപോവുകയും ആ ഊർജം അതിനുവേണ്ടി ഉപയോഗിക്കുകയും ചെയ്യണം. അത് സമൂഹത്തിലെ ഉന്നത നിലവാരത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. മോക്ഷപ്രാപ്തിക്കായി ഒരാൾ കാമം, ക്രോധം, നേമം വിരുദ്ധമായ അഭിലാഷങ്ങൾ, ലോഭം, വിഭ്രമം എന്നീ മൗലിക ഘടകങ്ങളെ കീഴടക്കേണ്ടതാകുന്നു. ക്രോധത്തിൽ നിന്ന് മോചിതരാകാൻ ക്ഷമാശീലം അഭ്യസിക്കണം. നിയമവിരുദ്ധമായ അഭിലാഷങ്ങളിൽ നിന്ന് സ്വതന്ത്രനാകാൻ അത്തരം പ്രവർത്തന പദ്ധതികളൊന്നും ആസൂത്രണം ചെയ്യാതിരുന്നാൽ മതിയാവും. സഹനത്തിലൂടെ ദുരാഗ്രഹങ്ങളെയും ലോകത്തെയും കീഴടക്കാൻ പറ്റും. നിയന്ത്രിതമായ ആഹാരത്തിലൂടെ നിരവധി രോഗങ്ങളെയും വിഷമതകളെയും ഒഴിവാക്കാൻ കഴിയുന്നു. ആത്മനിയന്ത്രണത്തിലൂടെ മിഥ്യാപ്രതീക്ഷകളിൽ നിന്നും ഒരാൾക്ക് സ്വതന്ത്രനാകാൻ സാധിക്കും. കാരണം മിഥ്യാപ്രതീക്ഷകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വഴിതെറ്റിക്കുന്നത്. കാരണം നമുക്ക് കിട്ടാൻ അർഹതയില്ല, അല്ലെങ്കിൽ ഈ ഒരു വിധത്തിലും സാധ്യമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ട് നമ്മുടെ സമയവും ആരോഗ്യവും എല്ലാം വെറുതെ പാഴാക്കി കളയുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ആത്മനിയന്ത്രണത്തിൽ കൂടെ അതിനെ നിയന്ത്രിക്കേണ്ടി വരും. അങ്ങനെ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സമയവും നമ്മുടെ അധ്വാനവും ശരിയായി ഉപയോഗിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് നിയന്ത്രണത്തിലൂടെ മിഥ്യാപ്രതീക്ഷകളിൽ നിന്ന് ഒരാൾക്ക് സ്വതന്ത്രനാകാൻ സാധിക്കും എന്ന് ഭീഷ്മരോട് പറയുന്നു. അനാവശ്യമായ സംസർഗങ്ങൾ ഒഴിവാക്കിയാൽ അനാവശ്യമായ ചെലവുകളും ഇല്ലാതാകും. അത് വളരെ ശരിയായ ഒരു കാര്യമാണ്. നമ്മളുടെ ഈ കൂട്ടുകെട്ട്, അനാവശ്യമായ കൂട്ടുകെട്ടാണ് നമ്മുടെ സാമ്പത്തികം മുഴുവൻ നശിപ്പിക്കുന്നതിന് ഒരു കാരണമായി തീരും. കാരണം നമ്മൾ കൂട്ടുകെട്ടുണ്ടാകുമ്പോൾ ഇഷ്ടംപോലെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം നമ്മുടെ കൂടെ നടക്കും. സമ്പത്ത് മുഴുവൻ തീരുമ്പോഴത്തേനും അവരെല്ലാം കളഞ്ഞിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് ശരിയായ ഒരു സംസർഗം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ പുരോഗതിക്ക് വിഘ്നമായി തീരും. അതുകൊണ്ട് സംസർഗങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. വളരെ അത്യാവശ്യമായ ശരിയായിട്ടുള്ള സംസർഗങ്ങൾ മാത്രം നിലനിർത്തുക എന്നുള്ളതാണ് ആവശ്യം. അങ്ങനെയാണെങ്കിൽ അനാവശ്യമായ ചെലവുകളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. വാചാലതയെ നിശബ്ദത കൊണ്ടും ഗൗരവത്താലും ഭീരുത്വത്തെ വീരത്താലും ഒഴിവാക്കാൻ കഴിയുന്നു. വാചാലത എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം. അതിനെ നമ്മൾ നന്നായിട്ട് നിയന്ത്രിക്കണം. വാചോ വേഗം എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നാക്കിനെ നിയന്ത്രിക്കുക എന്നുള്ളതിന് നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ പകുതിയോളം ജീവിതത്തിലെ പകുതി പ്രശ്നങ്ങളും തീരും. വാചാലതയെ നിശബ്ദത കൊണ്ടും ഗൗരവത്താലും ഭീരുത്വത്തെ വീരത്താലും ഒഴിവാക്കാൻ കഴിയുന്നു. നമ്മൾ ഒരിക്കലും ഭീരുവാകാൻ പാടില്ല. ഭീരുവായൊന്നും ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആ ഭീരുത്വത്തെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ സ്വയം വീര്യം ഉണ്ടാക്കണം, അത് പരിശീലിക്കണം എന്നാണ് അവിടെ ഭീഷ്മദേവൻ പറയുന്നത്. ഭീഷ്മദേവനാൽ ഉപദേശിക്കപ്പെട്ട അവസാന വിഷയവും ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന പ്രക്രിയയായിരുന്നു. ഇത് ഗൃഹസ്ഥാശ്രമികൾക്കുള്ളതാണ്. ഭഗവത് വിഗ്രഹം ഭവനത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുക എന്നുള്ളതാണ്. ഭവനത്തിൽ വിഗ്രഹ ആരാധന, ശ്രീമദ്ഭാഗവതം ശ്രവണം, പുണ്യസ്ഥലങ്ങളുടെ സ്ഥലവാസം, ഭഗവത് ദിവ്യ നാമ ജപം എന്നിവയൊക്കെ ഭഗവത് പ്രീതിക്കായി ചെയ്യാവുന്നതാണ്. ചക്രവർത്തി തൻ്റെ പരമാധികാരത്തെ പ്രഖ്യാപിക്കുന്നതിനായി
ഒരു അശ്വത്തെ ലോകം മുഴുവൻ അയക്കുമായിരുന്നു. ചക്രവർത്തിയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കാനും അംഗീകരിക്കാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. വെല്ലുവിളിക്കുന്ന രാജാവ് ചക്രവർത്തിയോട് യുദ്ധം ചെയ്ത് പരാജയപ്പെടുകയോ ജയിക്കുകയോ ചെയ്യാം. പക്ഷേ ഇവിടെ എല്ലാ രാജാക്കന്മാരും യുധിഷ്ഠിര ചക്രവർത്തിയുടെ പരമാധികാരത്തെ അംഗീകരിച്ചു. ആയതിനാൽ എല്ലാ രാജാക്കന്മാരെയും ഈ രാജസൂയ യജ്ഞത്തിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. രാജസൂയ യജ്ഞത്തിൽ പങ്കെടുക്കാൻ പണ്ഡിതനായ ശ്രേഷ്ഠ മുനിമാരും ദർശനികന്മാരും മഹാദർശനികരും ധർമ്മിഷ്ഠർ, ഭിഷഗ്വരന്മാർ, ക്ഷത്രിയർ, രാജാക്കന്മാർ, ബ്രാഹ്മണർ എന്നിവർ എത്തുകയുണ്ടായി. ആ മഹായോഗത്തിൽ എല്ലാവരുടെയും പ്രധാന ആകർഷണ കേന്ദ്രം ഭഗവാൻ ശ്രീകൃഷ്ണനായിരുന്നു. പരമപുരുഷനായ ഭഗവാനെ നിർവ്യക്തിക ഭാവത്തിൽ ധ്യാനിക്കുക എന്ന കാര്യം അത്യന്തം നിഷ്കരമാണെന്ന് ഭഗവത്ഗീതയിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഭക്തിയോഗം അധ്യായത്തിൽ 12ാമത്തെ അധ്യായം ഭക്തിയോഗം, അതിൽ 5ാമത്തെ ശ്ലോകത്തിൽ ഭഗവത്ഗീതയിൽ ഇങ്ങനെ പറയുന്നു: ക്ലേശോ അധികാരസ്തേഷ വ്യക്ത്യാസക്തചേതസാം അവ്യക്ത ഹി യതീർ ദുഃഖം ദേഹവത് വ്യാപതേ. പരമപുരുഷന്റെ അവ്യക്തവും വ്യക്തിശൂന്യവുമായ ഭാവത്തിൽ ആസക്ത ചിത്രരായവർക്ക് പുരോഗമനത്തിന് പ്രയാസമേറും. ശാരീരികൾക്ക് ഈ വഴിക്കുള്ള മുന്നേറ്റം സദാ ദുഷ്കരമാണ്. ഇവിടെ ശാരീരികൾ എന്ന് പറഞ്ഞാൽ എംബോഡീഡ് സോൾ. കാരണം ആത്മാവുണ്ട്, ആത്മാവത്തിനെ കവർ ചെയ്ത് ഒരു ശരീരമുണ്ട്. അത് നമ്മുടെ ത്രിഗുണങ്ങളിൽപ്പെട്ട് കണ്ടീഷൻ സോൾ എന്നറിയപ്പെടുന്ന രൂപത്തിലിരിക്കുന്ന ഒരു ശാരീരികൾ അല്ലെങ്കിൽ ഒരു ജീവാത്മാവിന് പരമപുരുഷന്റെ അവ്യക്തവും ശക്തിശൂന്യവുമായ ഭാവത്തിൽ ആസക്ത ചിത്തരായവർക്ക് പുരോഗമനത്തിന് പ്രയാസമാകും. കാരണം വ്യക്തിരൂപത്തിലല്ലാതെ അവ്യക്തമായ ഒരു രീതിയിൽ ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതനുസരിച്ച് ഭക്തി പരിശീലിക്കാനോ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് സാധ്യമല്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കൃഷ്ണാവബോധത്തോടെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവരെ ഭക്തിയോഗികൾ എന്ന് വിളിക്കുന്നു. അചിന്ത്യവും അവ്യക്തവുമായ ഭാവത്തെ ലക്ഷ്യമാക്കി മുന്നേറാൻ ശ്രമിക്കുന്നവരെ ജ്ഞാനയോഗികൾ എന്ന് വിളിക്കും. ഈ അധ്യായത്തിൽ 31ാം ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ ഇങ്ങനെ പറയുന്നു: ശാസ്ത്രീയമായി മായ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭൗതിക ശക്തിയുടെ സമ്മാനമാണ് ഈ ഭൗതിക ശരീരം. ഭൗതിക ശരീരത്തോടുള്ള താതാത്മ്യത്തിന് കാരണം ഭഗവാനുമായിട്ടുള്ള ശാശ്വത ബന്ധത്തിൻ്റെ വിസ്മൃതിയാകുന്നു. ഭീഷ്മദേവനെ പോലുള്ള ശുദ്ധഭക്തന്മാർക്ക് ഭഗവാൻ സംപ്രാപ്തനാകുന്നു. തൽക്ഷണം ഈ മായ ദൂരീകരിക്കപ്പെടുന്നു. എന്തെന്നാൽ ഭഗവാനെ വിസ്മരിക്കുന്ന ആ സമയത്തിനെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയാണ് മായ എന്ന് പറയപ്പെടുന്നത്. അന്നേരം എപ്പോഴെല്ലാം ഭഗവാനെ നമ്മൾ വിസ്മരിക്കുമോ അപ്പോഴെല്ലാം നമ്മളെ മായ വന്ന് നമ്മളെ പിടികൂടും. അതുകൊണ്ട് മായയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എല്ലാ സമയവും ഭഗവാനെ സ്മരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അഭിമാനകരമായ കാര്യം. അത് ഭീഷ്മദേവനെ പോലുള്ള വ്യക്തികൾക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഭീഷ്മദേവനെ പോലുള്ള സിദ്ധഭക്തർക്ക് ഭഗവാൻ എപ്പോഴും സംതൃപ്തനാകുന്നു. അദ്ദേഹം വിചാരിക്കുന്ന സമയം തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഭഗവാൻ എത്തുന്നത് അതുകൊണ്ടാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ആദിത്യനെ പോലെയും മായിക ബഹിരംഗ ഭൗതിക ശക്തി അന്ധകാരത്തെ പോലെയും ആകുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ ആദിത്യനെ പോലെയും അദ്ദേഹത്തിൻ്റെ മായിക ബഹിരംഗ ഭൗതിക ശക്തി അന്ധകാരത്തെ പോലെയും ആകുന്നു. സൂര്യൻ്റെ സാന്നിധ്യത്തിൽ അന്ധകാരം നിലനിൽക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഭീഷ്മദേവൻ ഒരു ശുദ്ധഭക്തനായിരുന്നു. ഒരു ശുദ്ധഭക്തൻ അദ്ദേഹത്തിൻ്റെ ഹൃദയാന്തർഭാഗത്ത് ഭഗവാനെ ദർശിക്കുന്നു. അത്തരമൊരു ശുദ്ധഭക്തന് ഒരു നിമിഷം പോലും ഭഗവാനെ വിസ്മരിക്കുവാൻ സാധ്യമല്ല. അത്തരം അവസ്ഥയെ സമാധി എന്ന് പറയാം. ഭഗവാന്റെ വ്യക്തിസ്വരൂപത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയ നാമം, കീർത്തി, ലീല തുടങ്ങിയ നിരന്തരം ഭഗവത് സ്മരണത്തിലൂടെ ഒരു ഭക്തൻ അനായാസമായി സമാധിയിൽ എത്തിച്ചേരും.
എങ്ങനെയാണ് സമാധിയിൽ എത്തിച്ചേരുന്നത്? ഭഗവാന്റെ രൂപം, ഭഗവാന്റെ വ്യക്തിസ്വരൂപം, അദ്ദേഹത്തിൻ്റെ വ്യക്തിസ്വരൂപം, അതീന്ദ്രിയമായ നാമങ്ങൾ, കീർത്തി, ലീല തുടങ്ങി നിരന്തരം ഭഗവത് സ്മരണത്തിലൂടെ ഇതെല്ലാം സ്മരിച്ചുകൊണ്ട് നിരന്തരമായി ഒരു ഭക്തന് അനായാസമായി സമാധിയിൽ എത്തിച്ചേരാമെന്ന് പറയുന്നു. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എല്ലാ യോദ്ധാക്കളും വ്യക്തികളും മരണാനന്തരം അവരുടേതായ ആത്മീയ സ്വരൂപം പ്രാപ്തമാക്കി. എന്തെന്നാൽ ആ സന്ദർഭത്തിൽ ഭഗവാന്റെ അഹൈതുകമായ കാരുണ്യത്താൽ അവർക്കൊക്കെ മുഖാമുഖം ഭഗവാൻ ദർശിക്കുവാനും സാധ്യമായി. കുരുക്ഷേത്ര യുദ്ധത്തിൽ ശത്രുക്കൾ മിത്രങ്ങൾക്ക് മാത്രമല്ല മോക്ഷം ലഭിച്ചത്, ശത്രുക്കൾക്കും മോക്ഷം ലഭിക്കുകയുണ്ടായി. കാരണം ഭഗവാനുമായിട്ടുള്ള ആ സന്ദർഭത്തിൽ ഭഗവാനെ മുഖാമുഖം കാണുന്നവർക്ക്, യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു മുക്തി അദ്ദേഹം നൽകുകയുണ്ടായി. അത്രയും കാരുണ്യമായിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുദ്ധത്തിൽ എല്ലാവരോടും പെരുമാറിയത്. ജ്ഞാനയോഗത്തിൻ്റെയും ഭക്തിയോഗത്തിൻ്റെയും ലക്ഷ്യം ഒന്നു തന്നെയാണ്. എങ്കിലും ജ്ഞാനയോഗത്തിൻ്റെ വഴി പ്രയാസമേറിയതാണ്. എന്തെന്നാൽ ഭക്തിയോഗം നേരിട്ടുള്ള ഭഗവത് സേവനമായതിനാൽ എളുപ്പവുമാണ്. ശരീരധാരിയായ ജീവാത്മാവിനെ തികച്ചും സ്വാഭാവികമായി കൃഷ്ണവിഗ്രഹത്തെ ആരാധിക്കാൻ സാധിക്കും. അംഗീകൃത പ്രാതിനിധ്യമുള്ള ഒരു വിഗ്രഹരൂപം ഈശ്വരനുണ്ട്. അതിനെ അർച്ചാവിഗ്രഹം എന്ന് പറയുന്നു. ഈശ്വരൻ അതിലൂടെ നമ്മുടെ സേവനത്തെ സ്വീകരിക്കും. കാരണം ഭാവാഗ്രഹി ജനാർദ്ദന എന്നാണല്ലോ പറയുന്നത്. കാരണം നമ്മൾ എന്ത് കൊടുത്താലും, എന്ത് സേവനം ചെയ്താലും, ആ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്താണ് കിട്ടുന്നത് എന്നല്ല ഭഗവാൻ ഒരിക്കലും നോക്കുന്നത്. അത് എന്ത് മനോഭാവത്തോടെയാണ് അത് ചെയ്യുന്നത്. കാരണം ഒരല്പ പൂവോ ഒരു പുഷ്പമോ അല്ലെങ്കിൽ ഫലമോ ഭഗവാൻ കൊടുത്താൽ എന്ത് ഫലമാണ് തരുന്നതെന്ന് ഭഗവാൻ ശ്രദ്ധിക്കാറില്ല. ആ ഫലം തരുമ്പോഴുണ്ടാകുന്ന ആ ഭക്തൻ്റെ മനോഭാവം എന്താണ്, എത്രത്തോളം സ്നേഹത്തോടെയാണ്, എത്രത്തോളം ആദരവോടുകൂടിയാണ് ഈ ഫലം ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുക എന്നുള്ളത് ആണ് ഭഗവാൻ എപ്പോഴും നോക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ എപ്പോഴും ഭാവഗ്രാഹി ജനാർദ്ദന എന്ന് പറയുന്നത്. ഭഗവാൻ സ്വയം സമർപ്പിക്കലാണ് മനുഷ്യൻ്റെ ആത്യന്തിക ലക്ഷ്യം. ഒരു മനുഷ്യൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ് സറണ്ടർ ബിഫോർ ദ അൾട്ടിമേറ്റ് ട്രൂത്ത് എന്നുള്ളതാണ്. ഭഗവാന് സ്വയം സമർപ്പിക്കലാണ് മനുഷ്യൻ്റെ ആത്യന്തിക ലക്ഷ്യം. ഈ സമർപ്പണത്തിൻ്റെ പ്രക്രിയയാണ്, ഇതിൻ്റെ പ്രോസസ്സിനെയാണ് ഭക്തി എന്ന് വിളിക്കുന്നത്. ഭഗവത്ഗീത 12-ാം അധ്യായം ഭക്തിയോഗം, അതിനകത്ത് 9-ാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നു: അധചിത്തം സമാധാതും ന ശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതോ മാമിച്ഛാപ്തം ധനഞ്ജയ. പ്രിയപ്പെട്ട അർജുന, ധനത്തെ ജയിച്ചവനെ, എന്നിൽ മനസ്സർപ്പിച്ചുകൊണ്ട് മനസ്സുറപ്പിച്ചു നിർത്താൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഭക്തിയോഗത്തിൻ്റെ നിബന്ധനകൾ അനുഷ്ഠിച്ചുകൊണ്ട് എന്നെ പ്രാപിക്കാനുള്ള ആഗ്രഹം വളർത്തുക. ഭക്തിയോഗം എന്നാൽ ഇന്ദ്രിയങ്ങളുടെ ശുദ്ധീകരണം തന്നെയാണ്. ഇത് ഭൗതിക ജീവിതത്തിൽ സുഖഭോഗങ്ങൾ മുഴുകിയിരിക്കുന്നത് കൊണ്ട് ഇന്ദ്രിയങ്ങൾ എപ്പോഴും അശുദ്ധങ്ങളാണ്. അവയെ ശുദ്ധീകരിക്കാൻ, ഭക്തിയോഗം കൊണ്ട് അവയെ ശുദ്ധീകരിക്കാൻ സാധിക്കും. ശുദ്ധി വന്നാൽ അവയെ ഭഗവാനുമായി നേരിട്ട് ബന്ധപ്പെടുത്തുവാനും ചെയ്യാം. ഏതൊരാളുടെയും ഹൃദയത്തിലും ഈശ്വരനോടുള്ള പ്രേമം ഉറങ്ങിക്കിടപ്പുണ്ട്. വ്യത്യസ്ത മാർഗങ്ങളിലൂടെ അത് വെളിപ്പെടുത്തുന്നുണ്ട്. ഭൗതിക ബന്ധം കൊണ്ട് മാലിന്യം ഉണ്ടാണെന്ന് മാത്രം. ഭൗതിക ബന്ധമുള്ള മനസ്സിനെ ഇപ്പോൾ ശുദ്ധീകരിക്കുകയും ഉറങ്ങിക്കിടക്കുന്ന നൈസർഗികമായ ഇഷ്ടപ്രേമത്തെ ഉണർത്തുകയും വേണം. അതാണ് ഈ പ്രക്രിയ. ഒരു ആത്മീയാചാര്യൻ്റെ മേൽനോട്ടത്തിൽ വേണ്ടുന്ന നിബന്ധനകളോടെ ചെയ്യുന്ന ഭക്തിയോഗ പരിശീലനം ആരെയും ഭഗവത് പ്രേമ തലത്തിലേക്ക് എത്തിക്കും. പാർത്ഥസാരഥി രൂപത്തിലുള്ള ശ്രീകൃഷ്ണ ഭഗവാനാകുന്ന ഭീഷ്മദേവൻ്റെ ആരാധ്യ വിഷയം. അതേസമയം
വൃന്ദാവനത്തിലെ വശ്യമനോഹരമായ അതേ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്യാമസുന്ദരമായ രൂപമാകുന്നു ഗോപികമാരുടെ ആരാധ്യ രൂപം. പല ആത്മജ്ഞാനികളായ വിദ്വാൻമാർക്കും ഇത് വ്യത്യസ്തങ്ങളായ വ്യക്തിത്വ വിശേഷങ്ങളായി കരുതുന്നു. എന്നാൽ ഭീഷ്മദേവനെ സംബന്ധിച്ച് ഈ പിശക് ഉണ്ടായിട്ടില്ല. ശ്രീകൃഷ്ണ ഭഗവാന്റെ എല്ലാ ഭാവങ്ങളും ശ്രേഷ്ഠരായ മഹാത്മാക്കൾ മനസ്സിലാക്കുന്നു. ആകയാൽ എല്ലാ ഭാവങ്ങളുടെയും പ്രഭവ കേന്ദ്രമായി ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കി അവർ അദ്ദേഹത്തെ ആരാധിക്കുന്നു. ഈ അധ്യായത്തിലെ 34-ാം ശ്ലോകത്തിൽ ഭാവാർത്ഥത്തിൽ ശ്രീലപ്രഭാതർ ഭീഷ്മദേവന് ഭഗവാൻ ശ്രീകൃഷ്ണനുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നു. ഭീഷ്മദേവൻ ഭഗവാന്റെ ദാസ്യ ഭാവത്തിലുള്ള ഒരു മഹാഭക്തനായിരുന്നു. ആകയാൽ ഭഗവാനെ അതീന്ദ്രിയ ശരീരത്തിൽ മൂർച്ചയേറിയ അസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് മറ്റൊരു ഭക്തൻ മൃദുവായ റോസാപുഷ്പങ്ങൾ എറിഞ്ഞ് ഭഗവാനെ ആരാധിക്കുന്നത് പോലെ അത്രത്തോളം തന്നെ ശ്രേഷ്ഠതയുള്ളതാകുന്നു. ഭഗവാൻ എന്ന വ്യക്തിക്കെതിരായി ഭീഷ്മദേവൻ ചെയ്ത പ്രവൃത്തികളിൽ അദ്ദേഹം പശ്ചാത്തപിക്കുന്നതായി കാണപ്പെട്ടു. എന്നാൽ യഥാർത്ഥത്തിൽ ഭഗവാന്റെ അതീന്ദ്രിയ അസ്തിത്വം നിമിത്തം അദ്ദേഹത്തിന് വേദനിച്ചില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ശരീരം ഭൗതിക വസ്തുവല്ല. ശ്രീകൃഷ്ണ ഭഗവാന്റെ ശരീരത്തിൽ ഭീഷ്മദേവനാൽ ഏൽപ്പിക്കപ്പെട്ട മുറിവുകൾ അഭക്തനായ നാസ്തികനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള സംഭ്രാന്തജനകമായ പ്രശ്നമാകുന്നു. അതേസമയം ഭക്തർ സംതൃപ്തനാകുന്നില്ല. പോർക്കളത്തിൽ ഭീഷ്മദേവൻ ഹീനമായി പെരുമാറിയിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ശരശയ്യയിൽ സമീപം ആഗതനാകുന്നതിൽ ഭഗവാൻ യാതൊരു വൈമനസ്യവും പ്രകടിപ്പിച്ചില്ല. ഭീഷ്മദേവന്റെ പശ്ചാത്താപവും ഭഗവാന്റെ കാരുണ്യപരമായ പെരുമാറ്റവും ഇവിടെ അതിവിശിഷ്ടമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഭീഷ്മദേവൻ അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾക്ക് കാത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഏത് ഭാവത്തിലാണ് ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഈ അദ്ദേഹത്തിലെ തന്നെ 39-ാം ശ്ലോകത്തിൽ ഭീഷ്മദേവൻ വെളിപ്പെടുത്തുന്നു. മരണവേളയിൽ എൻ്റെ പരമമായ ആകർഷണം പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനാകട്ടെ. വലത് കരത്തിൽ ചാട്ടവാറും ഇടത് തൃക്കൈയിൽ കടിഞ്ഞാണുമേന്തി എല്ലാ തരത്തിലും അർജുനന്റെ രഥത്തെ അതീവ ശ്രദ്ധയോടെ സംരക്ഷിച്ചു പോരുന്ന പാർത്ഥസാരഥിയിൽ ഞാൻ എൻ്റെ മനസ്സ് ഏകാഗ്രമാക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ അദ്ദേഹത്തിൻ്റെ ദർശനം നേടിയവർ മരണശേഷം തങ്ങളുടെ മൗലിക രൂപം പ്രാപിച്ചു. ഒരു ശുദ്ധഭക്തന് ഒരു നിമിഷം പോലും ഭഗവാനെ വിസ്മരിക്കുക സാധ്യമല്ല. അത്തരമൊരവസ്ഥയെ സമാധി എന്ന് വിശേഷിപ്പിക്കുന്നു. മറ്റെല്ലാ വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ പിൻവലിച്ച് പരമാത്മാവിൽ ഏകാഗ്രനാക്കി യോഗി പരിശ്രമിക്കുന്നു. പ്രകാരം പരമമായ സമാധിയിൽ എത്തിച്ചേരുന്നു. ഭഗവാന്റെ വ്യക്തിസ്വരൂപത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയനാമം, കീർത്തി, ലീലകൾ തുടങ്ങിയ നിരന്തരം ഭഗവസ്മരണകളിലൂടെ ഭക്തൻ അനായാസേന സമാധിയിൽ എത്തിച്ചേരുന്നു. ഭീഷ്മദേവന്റെ ഈ സുപ്തഭക്തനായി തന്നെ സൈന്യാധിപൻ എന്ന നിലയിലും അദ്ദേഹം സദാ യുദ്ധഭൂമിയിൽ ഭഗവാന്റെ പാർത്ഥസാരഥി ഭാവം സ്മരിച്ചിരുന്നു. കാരണം യുദ്ധഭൂമിയിൽ എപ്പോഴും അർജുനന്റെ സാരഥി എന്ന നിലയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭീഷ്മദേവനും മുഖത്തോട് മുഖമായിട്ടാണ് യുദ്ധം ചെയ്തിരുന്നത്. അർജുനനേക്കാൾ ഉപരിയായ മാധുര്യത്തോടെ ഭീഷ്മദേവൻ ഇതിനെ വീക്ഷിച്ചു. ഭഗവാന്റെ മുഖാമുഖം ദർശിക്കാൻ ഭാഗ്യം ധരിച്ച പോരാളികൾക്ക് എല്ലാം അവരുടെ മരണശേഷം അവർക്ക് മുക്തി ലഭിക്കുകയും അവരുടേതായ യഥാർത്ഥ ആത്മീയ സ്വരൂപം പ്രാപ്തമാക്കി. ഇത് ഭഗവാന്റെ അഹൈതുകമായ ഒരു കാരണത്താലാണ് സാധ്യമായത്. ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവരോട് മാത്രം ദയയുള്ളവനായിരുന്നില്ല, അദ്ദേഹം മറുപക്ഷത്തുള്ളവരോടും അതീവ കൃപയുള്ളവനായിരുന്നു. തന്നിമിത്തം അവർക്കും എല്ലാവർക്കും അതേ ഫലം പ്രാപ്തമായി. ഭീഷ്മദേവന്റെ പ്രാർത്ഥനയും അതായിരുന്നു. പരമദിവ്യോത്തമ പുരുഷനെ അന്തരംഗമായും ബഹിരംഗമായും ദർശിച്ച് മൃത്യു വരിക്കണമെന്നാണ് ഭീഷ്മദേവനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ശ്രീകൃഷ്ണ, ഇത്രയുമാണ് ഈ ശ്ലോകത്തിൽ നിന്ന് ഇപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ. ഇതിലെന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയോ എന്തെങ്കിലും തെറ്റുപറ്റുകളുണ്ടെങ്കിൽ ദയവായി പ്രതികരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ക്ലിയർ ആയി പ്രഭു, നന്നായി മനസ്സിലായി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. प्रणाम प्रभु जी, थैंक यू। हरे कृष्णा। പ്രണാം പ്രണാം. കൃഷ്ണ പ്രഭു പ്രണാം. പ്രണാം ഹരേ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. പ്രഭുജി. പ്രണാമം പ്രണാമം. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു, ഹരേ പ്രഭുജി, പ്രണാമം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ പ്രണാമം. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ प्रणाम പ്രഭു. प्रभु जी। ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു പ്രണാമം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം പ്രഭു. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യാം മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്തോട്ടെ പ്രഭു. ചെയ്യാം മാതാജി. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു. താങ്ക് യു ഹരേ മാതാജി. കൃഷ്ണ, താങ്ക് യു ഹരേ മാതാജി. കൃഷ്ണ, ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ, ഹരേ കൃഷ്ണ.